നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു കാര്യം ചോദിച്ചാ താൻ സത്യം പറയോ? നോണ പറയാതിരിക്കാം. ഇത്രയൊക്കെ നടന്നിട്ടും ഞാൻ അച്ഛനോട് ഇത് തുറന്നു പറയാത്തതിൽ എപ്പോഴെങ്കിലും തനിക്കെന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ടോ? താൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് നട്ടലില്ലാത്തൊരുത്തരെയാണ് താൻ സ്നേഹിച്ചതെന്ന്. അയ്യോ, അത് അപ്പോഴുള്ള ദേഷ്യത്തിൽ പറഞ്ഞതാ. പിന്നെ ഓരോരുത്തർക്കും ഓരോരോ സാഹചര്യങ്ങളല്ലേ. എല്ലാവരും കുറ്റം പറഞ്ഞിട്ടും എനിക്ക് തന്നോട് ദേഷ്യമൊന്നും തോന്നിയില്ല എന്നുള്ളതാ സത്യം. എനിക്ക് എന്റെ ചേച്ചി അത്രയ്ക്ക് വിശ്വാസം, അതുകൊണ്ട് മറ്റൊന്നും ഞാൻ കണക്കിലെടുത്തില്ല. സത്യം, ഏട്ടത്തിയുടെ ഒരു വാക്കാ എല്ലാത്തിനെയും മാറ്റിമറിച്ചത്. സന്ദീപിന്റെ മുൻപത്തെ വിവാഹം മുടങ്ങിയത് ചേച്ചി കാരണമാണെന്ന് സന്ദീപ് വിശ്വസിക്കുന്നുണ്ടോ? അതിപ്പോ അനക്ക ബോധം കെട്ട് വീണുകൊണ്ടല്ലേ അത് മുടങ്ങിയത്. ആ, എങ്ങനെ ബോധം കെട്ടുമെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അച്ചു ചേച്ചി വിവാഹം മുടക്കുമെന്ന് ഉറപ്പ് പറയുകയും ചെയ്തു. വെട്ടിയിട്ട വാഴ പോലെ അനക്ക വീഴുകയും ചെയ്തു. അനക്കയോട് ചേച്ചി എന്തെങ്കിലും കടുപ്പിച്ചു പറഞ്ഞിട്ടുണ്ടാവോ ആവോ? എന്റെ ചേച്ചി സന്ദീപിനെ അറിയാത്തതുകൊണ്ടാ. വാശി പിടിച്ച പിന്നെ ആര് പറഞ്ഞാലും കേക്കില്ല. എന്തായാലും ആ വാശി നമുക്ക് അനുഗ്രഹമായല്ലോ, അത് മതി. പിന്നെ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ. പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും പറഞ്ഞെന്നേ ഉള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഒരത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ വിവാഹം നടന്ന പോലെ ഒരു ദിവസം നമ്മൾ ഒരുമിച്ച് ജീവിക്കാനും തുടങ്ങും. അതെ, എല്ലാവരും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിച്ചോണം നമുക്ക് ജീവിച്ചു തുടങ്ങാം. എന്തൊക്കെ പറഞ്ഞാലും സന്ദീപിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് എനിക്ക്. ഇന്നലെ വരെ തോന്നാത്തൊരു മിസ്സിങ്. ഞാൻ കരുതി എനിക്ക് മാത്രമേ തോന്നിയുള്ളൂ. അതെന്താ അങ്ങനെ തോന്നിയത്? എനിക്കെപ്പോഴും മിസ് ചെയ്യാറുണ്ട്, പറയുന്നില്ലെന്നേ ഉള്ളൂ. എത്രയും വേഗം എല്ലാവരെയും കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതുടനെ ചെയ്യാം. വിവാഹം കഴിഞ്ഞിട്ട് രണ്ടിടത്ത് താമസിക്കുന്നത് വല്ലാത്തൊരവസ്ഥയാ. അതും ഒന്ന് കാണാൻ പോലും പറ്റാതെ. കാണണമെന്ന് നിർബന്ധമാണെങ്കിൽ വീഡിയോ കോളിൽ വിളിക്കാം. അതെ, അമ്മ വിളിക്കുന്നു. ഞാൻ പോയിട്ട് വന്നിട്ട് വിളിക്കാവേ. ഇപ്പൊ പോകണ്ടെന്നേ, കുറച്ചുകൂടെ കഴിയട്ടെ. അതെ, നമ്മൾ കുറച്ചു പേരുടെ ഇടയിലാ ഭാര്യയും ഭർത്താവും. എന്റെ വീട്ടിൽ ഞാനിപ്പോഴും പൂരം നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടിയാ. അതുകൊണ്ട് എന്റെ മോൻ അവിടെ ഇരിക്കും. ഞാൻ പോയിട്ട് വേഗം വരാം കേട്ടോ. ശരി, ആയിക്കോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.